നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നു. ആ ഇരിക്കാൻ നിദാനമായിട്ടുള്ളൊരു വിഷ്വലിലേക്ക് നമുക്ക് പോകാം. താരദമ്പതികളാകാൻ തയ്യാറെടുക്കുന്ന ഇരുവരും ചേർന്ന് 10 ലക്ഷം രൂപയുടെ ചെക്ക് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് PG ആനിക്ക് കൈമാറിയത്. ഒരുപാട് പേര് നമുക്ക് ചുറ്റും കഷ്ടപ്പെടുന്നവരായിട്ടുണ്ട്, വേദന തിന്ന് കഴിയുന്നവരായിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം എത്തിക്കാൻ എന്തെങ്കിലും തരത്തിലൊരു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞാൻ. സ്ത്രീധനം മേടിച്ചില്ലല്ലേ? സ്ത്രീധനം ഇനി വാങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അടുത്തൊരു പടം കൊണ്ട് എടുക്കുമ്പോൾ മിക്കവാറും സ്ത്രീധനം മേടിക്കാനുള്ള സാധ്യത 10 ലക്ഷം രൂപ. ആഷിക്ക് ഒരു പക്ഷേ മലയാളി നല്ലതൊന്നും അംഗീകരിക്കുന്നില്ല, മലയാളി വളരെ സിനിക്കലാണ് എന്നൊക്കെ ആൾക്കാർ പറയുമെങ്കിൽ പോലും മലയാളം മീഡിയയെക്കുറിച്ച് വളരെ സെൻസേഷനിലാണ്, പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വേറെ പെരുമ്പറ മുഴക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരെ പഴിക്കുമെങ്കിൽ പോലും ഞങ്ങൾ എത്ര നല്ല രീതിയിലാണ് ആ മെസ്സേജ് കൈകാര്യം ചെയ്തത്. ഉറപ്പായിട്ടും ഇത് തീരെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുകയും എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ഇപ്പോൾ രാജീവാണ് അത് പറഞ്ഞത്. ഇത് 4 പേര് അറിയണം, കാരണം ഇത് ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ ആവട്ടെ. നിങ്ങളിത് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഫാഷനായിട്ടെങ്കിലും ഇത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ സംഭവിക്കുകയും ചെയ്തു. രാജീവ് തന്നെ പിന്നീട് പറയണ്ടായി. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നെ നടത്തിയത്. സാധാരണ എൻ്റെ വാപ്പച്ചി ജോലി തരുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്, ഞാൻ പഠിച്ച മാറേസ് കോളേജിലാണ്. ഒരു മതിലിൻ്റെ ഒരു റോഡിൻ്റെ വ്യത്യാസമുള്ളവർ. അപ്പോൾ ഈ ഓങ്കോളജി വാർഡും അവിടെയുള്ള പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്. പക്ഷേ എന്നാലും ചില ദോഷിക ദൃക്കുകൾ പറഞ്ഞ ആഷിക്കും റിമയൊക്കെ കൊടൈക്കനാലിൽ ഗംഭീര പാർട്ടി നടത്തിയിട്ട് ഒരുപാട് പൈസ പൊടിച്ചു എന്നൊരു ആൾക്കാർ പറഞ്ഞു. വിളിക്കാത്ത ആൾക്കാരായിരിക്കും പറഞ്ഞു. വിളിക്കാത്ത ആൾക്കാരായിരിക്കും. അല്ല, ഞങ്ങൾ എന്താ പറയുക, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം. പങ്കെടുത്ത ഒരാളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇങ്ങനെ ആർഭാടം വേണ്ടതില്ലെന്നൊക്കെ ആഷിക്കും റിമയൊക്കെ പറയും. പക്ഷേങ്കിൽ എന്നെ ആ സമയത്ത് ഒരാളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പത്രക്കാരിങ്ങനെ വലിയ കൊമ്പത്ത് കയറ്റി നടക്കല്ലേ, ഇപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ ആഷിക്കും റിമയും മാത്രമല്ലേ ഉള്ളൂ. ഒരു കലാകാരനാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ അവർ കൊടൈക്കനാലിൽ പാർട്ടി നടത്തി എത്ര രൂപ പൊടിച്ചു എന്നുള്ള കാര്യം ബ്രിട്ടാസിന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറയും എനിക്കറിയില്ല, എന്നെ വിളിച്ചിരുന്നില്ല. വേണമെങ്കിൽ അടുത്ത ഒരു പാർട്ടിക്ക് എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ അവരോട് വേണമെങ്കിൽ അഭ്യർത്ഥിക്കാം എന്ന് പറഞ്ഞു ഒഴിച്ചു മാറി. ആശയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഞങ്ങളുടെ ഒക്കെ റിലേറ്റീവ്സിന് ഇപ്പോഴും ഞങ്ങളോട് വിഷമം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും വിളിച്ചൊരു പാർട്ടി കൊടുത്തില്ല. ഇപ്പൊ രമ്യൊക്കെ പറയുന്നത് തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഒരു കല്യാണമാണ്. അല്ലല്ല, അതല്ല പറയുന്നത്. ഞങ്ങള് 2 ഇൻഡിവിജ്വൽസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഞങ്ങളുടെ ലൈഫിൽ. ദാറ്റ് വി വിൽ ഞങ്ങൾ ഒന്നിക്കും എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി അത് ആഘോഷിക്കുന്നതും ഒരു 19 കോടി മുടക്കി ആർഭാടം കാണിക്കുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. ഞങ്ങളുടെ ലവ് സെലിബ്രേറ്റ്. ഞാൻ മറ്റു പല കാര്യങ്ങളിലും ഭാവി കാണുന്നുണ്ട്. ആഷിക്ക് പല സഹായം ചെയ്തു, പക്ഷെ അവസാനം ഇപ്പൊ നോക്കിക്കോളൂ, റിമ വേണമെങ്കിൽ അങ്ങോട്ട് ഉപദേശിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തും.